ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി സൂപ്പ് റെസിപ്പിയാണ് നോക്കുന്നത്. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ സൂപ്പ് നമുക്ക് എപ്പോഴും വെയിറ്റ് ലോസിന് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്കൊരു ഡിന്നർ ഓപ്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് ഈ ഒരു സൂപ്പ് റെസിപ്പി. നല്ല ഹെൽത്തിയാണ്, ഫില്ലിംഗ് ആണ്. അതുമാത്രമല്ല ചുരുങ്ങിയ ടൈം കൊണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് പംകിനാണ്. ഒരു ഹാഫ് പംകിൻ, കുഞ്ഞ് പംകിനില്ലേ, അതിൻ്റെ ഒരു പകുതിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഒരു നല്ല പഴുത്ത തക്കാളി വേണം. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള എനിക്കൊരു ചെറിയ സവാള, ഇതിന് കറക്റ്റായിട്ടുള്ളൊരു സവാള എനിക്ക് കിട്ടി. അപ്പോൾ ഇതല്ലെങ്കിൽ ഒരു ഹാഫ് സവാള എടുത്താൽ മതിയാവും. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ഇത്രയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ബട്ടറും ഒലീവ് ഓയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഒരു ഹാഫ് ടേബിൾ സ്പൂണാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്ത് സവാള ആഡ് ചെയ്യാം. സവാള ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതില്ലെങ്കിൽ നിങ്ങളൊരു 4 പീസസായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മളിതെല്ലാം കൂടി ഇട്ട് വേവിക്കുകയാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് ഇങ്ങനെ വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ആകുമ്പോഴേക്കും നമുക്കതിനകത്ത് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ആ 4 വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് അങ്ങനെ തന്നെ അതിനകത്ത് ഇടാം. അതിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിനകത്ത് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണം. ടൊമാറ്റോ, അതുപോലെ തന്നെ പംകിൻ, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡയറ്റിനകത്ത് എപ്പോഴും നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് സൂപ്പ്. നമുക്ക് സൂപ്പ് പല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. വെജിറ്റബിൾ സൂപ്പായിട്ട് ഉണ്ടാക്കാം, എഗ് സൂപ്പ് ഉണ്ടാക്കാം, ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം പ്രോട്ടീൻ നമുക്ക് മിസ്സിംഗ് ആണ്. കാരണം ഇതിനകത്ത് പ്രോട്ടീൻ കണ്ടൻ്റ് ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സൂപ്പിൻ്റെ കൂടെ നിങ്ങളൊരു 2 ബോയിൽഡ് എഗ്ഗോ അല്ലെങ്കിൽ ഒരു എഗ് വൈറ്റ്, ഒരു ബോയിൽഡ് എഗ് അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിലും കുറച്ചും കൂടെ ബെറ്ററാണ്. പ്രോട്ടീൻ കൂടെ നമ്മൾ മിസ് ഔട്ട് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് അല്ല, കുറച്ചും കൂടെ ഉപ്പ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടി ജീരകം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പം ഇതിനകത്ത് ചേർക്കുന്നത്. കാരണം ഇത് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി വാട്ടറി ആയിപ്പോവും. നമുക്ക് ചെറിയൊരു എന്താ പറയുക, സൂപ്പി ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് കുടിക്കേണ്ടത്. അപ്പോൾ അധികം വെള്ളം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു അളവിലാണ് നമ്മൾ പച്ചക്കറികളൊക്കെ എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം മാത്രം മതിയാവും. ഇനി നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 to 4 വിസിൽസ് മാത്രമേ വേണ്ടി വരുള്ളൂ. പംകിനൊക്കെ വേവാനായിട്ട് അത്രയും ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് എന്താ പറയുക ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു 3 to 4 വിസിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയിലിട്ടിട്ട് എന്താ പറയുക അരയ്ക്കാൻ പാടുള്ളൂ. തണുപ്പൊക്കെ മാറിയ ശേഷം ഞാൻ നല്ലപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ആ പ്രഷർ കുക്കറിലോട്ട് തന്നെ ഞാൻ ഇടുകയാണ്. കാരണം നല്ലപോലെ തണുത്തിരിക്കുകയില്ല. അപ്പോൾ ഇതൊന്ന് ചൂടാക്കണം. കാരണം സൂപ്പ് ചൂടോടുകൂടി കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കിത് നല്ലപോലെ ഇളക്കിയെടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മളിത് കുടിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോസും കൂടെ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് മറന്നു പോയത്, ചിക്കനോ ഫിഷോ അല്ലെങ്കിൽ എഗ്ഗോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 10 kgs വരെ കുറയ്ക്കാൻ പറ്റാവുന്ന ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ബൈ.